नमस्ते। आज की हिंदी कक्षा में सबको स्वागत। आज एक नई कविता है। कविता का नाम नौका विहार। सुमित्रानंदन पंत ने लिखी हुई एक कविता है नौका विहार। सुमित्रानंदन पंत के बारे में कहे तो वे छायावाद के प्रमुख कवि हैं। छायावाद के बहुत्रयी कवियों में एक है। सूर्यकांत त्रिपाठी निराला, जयशंकर प्रसाद आदि छायावादी कवियां हैं। സുമിത്രാനന്ദൻ പന്തിൻ്റെ കവിതയായ നൗക വിഹാറാണ് നമുക്ക് കാവ്യസർഗത്തിലെടുക്കാനായിട്ടുള്ളത്. കേട്ടിട്ടുണ്ടാവും ഛായാവാദം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നിരാലയുടെ തന്നെ ജൂഹി കി കലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുമിത്രാനന്ദൻ പന്തും ഛായാവാദിലെ പ്രമുഖ കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവി പരിചയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. सुमित्रानंदन पंत छायावाद के सुकुमार कवि पंत का जन्म अल्मोड़ा जिले के कौसानी नामक पर्वतीय ग्राम में 20 मई सन 1900 में हुआ था. ഛായാവാദിലെ സുകുമാർ ഭാവം കി കവി എന്നറിയപ്പെടുന്ന സുമിത്രാനന്ദൻ പന്ത് അൽമോഡ ജില്ലയിലെ കൗസാനി എന്നു പേരുള്ള ഒരു പർവ്വത ഗ്രാമത്തിൽ 1900 മെയ് 20 ജനിച്ചു. അപ്പോൾ ഛായാവാദ് കെ സുകുമാർ കവി കോൺഹെ ചോദിച്ചു കഴിഞ്ഞാൽ സുമിത്രാനന്ദൻ പന്താണ്. जन्म के 6 महीने बाद ही इनकी माताजी का देहावसान हो गया. जन्म के 6 महीने के बाद ജനിച്ച് 6 മാസത്തിന് ശേഷം എനിക്ക് മാതാജി കാ ദേഹാവസാനം ഹോ ഗയ, അമ്മ മരിച്ചു പോയി എന്ന് പറയുന്നത്. അപ്പോൾ പന്തിന് 6 മാസം പ്രായമുള്ളപ്പോൾ അമ്മ മരിച്ചുപോയി. എനിക്ക് ബച്പൻ കാ നാം ഗോസായി ദത്ത് പന്ത് ത. ഇനി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഗോസായി ദത്ത് പന്ത് എന്നായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഇട്ട പേര്, ജനിച്ചപ്പെട്ട പേര് ഗോസായി ദത്ത് പന്ത് എന്നായിരുന്നു. शिशु अवस्था से ही प्रकृति क्रोध में पलने के कारण इनकी कविताओं में प्रकृति के बहुरंगी चित्र मिलते हैं. അത് ചോദിക്കാവുന്നതാണ്. സുമിത്രാനന്ദൻ പന്ത് के बचपन का नाम क्या था? ഗോസായി ദത്ത് പന്ത്. അപ്പോൾ 6 മാസം പ്രായമുള്ള സമയത്ത് അമ്മ മരിക്കുക. കാരണം വളരെ കുട്ടിക്കാലത്ത്, അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പ്രകൃതി ക്രോഡ്മേ പല്ലയ്ക്ക് കാരൻ, അതായത് പ്രകൃതിയുടെ മടിത്തട്ടിൽ വളർന്നതുകൊണ്ട്, പല്ല എന്ന് പറഞ്ഞാൽ വളരുക. അപ്പോൾ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കവിതാവുമേ, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രകൃതിക്ക് ബഹുരംഗി ചിത്രം മിൽത്തേ ഹേ, പ്രകൃതിയുടെ വളരെ കളർഫുള്ളായിട്ടുള്ള ചിത്രം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജനിച്ച 6 മാസത്തിന് ശേഷം അമ്മ മരിച്ചു. പിന്നീട് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രകൃതിയുടെ മടിത്തട്ടിലാണ് പന്ത് വളർന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി സ്നേഹത്തെക്കുറിച്ച്, പ്രകൃതിയുടെ വളരെ മനോഹരമായ ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രകൃതി ഇൻകോ പ്രിയ മാം സഹചരി തഥാ സഖി സഭി രൂപമേ ആകർഷിത് കർത്തി രഹി. പ്രകൃതി ഇനി ആരൊക്കെയായിരുന്നു എന്ന് പറയുന്നത്, ഏതെല്ലാം തരത്തിലാണ് പ്രകൃതിയെ ഇവിടെ അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നത്. അതായത് ഭാര്യയുടെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ, ഫ്രണ്ടിൻ്റെ കൂട്ടുകാരിയായിട്ട്, അതുപോലെ തന്നെ കൂടപ്പിറപ്പായിട്ട്, അങ്ങനെ പല രൂപങ്ങളിലും അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ സുമിത്രാനന്ദൻ പന്തിന് എല്ലാമായിരുന്നു. പ്രകൃതിയെ അമ്മയായിട്ട് കണക്കാക്കുന്ന കവിതകളുണ്ട്, അതുപോലെ തന്നെ ഭാര്യയായിട്ട് കണക്കാക്കുന്നുണ്ട്, കൂടപ്പിറപ്പായിട്ട് കണക്കാക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൂട്ടുകാരിയായിട്ട് കണക്കാക്കുന്ന കവിതകൾ
ആ പ്രകൃതി സ്നേഹം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എല്ലാ രൂപത്തിലും പ്രകൃതി അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. काव्य जीवन के प्रारंभ में आप छायावाद से जुड़े, तदनंतर मार्क्सवाद एवं गांधीवाद के अंतर्बाह्य संयोजन में अपनी वैचारिक भूमि तलाशते रहे. ഈ കാവ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം ഛായാവാദിലേക്ക് അദ്ദേഹം തിരിഞ്ഞു എന്ന് പറയുന്നത്. ഛായാവാദം നമ്മൾ പറഞ്ഞു, കാൽപ്പനികത പറഞ്ഞു, പ്രകൃതി സ്നേഹമുണ്ട്, മാനവീകരണമുണ്ട്, റൊമാൻറ്റിസം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ആണ് നമ്മുടെ ഛായാവാദം എന്ന് പറയുന്നത്. പ്രകൃതി സ്നേഹത്തെയാണ് കൂടുതൽ പറയുന്നത്. അപ്പം കാവ്യജീവിതം ആരംഭിച്ച കാലത്ത് അദ്ദേഹം ആദ്യം ഛായാവാദിലാണ് ചേർന്നത്. തദനന്തരം പിന്നീട് മാർക്സ്വാദ് ഏവം ഗാന്ധിവാദ് കെ അന്തർബാഹ്യ സംയോജനമേയും, അതിനുശേഷം ഛായാവാദം കഴിഞ്ഞ് അതിനുശേഷം മാർക്സ്വാദം അതുപോലെ ഗാന്ധിവാദം തുടങ്ങിയവയുടെ ഒരു കൂടിച്ചേരല് അദ്ദേഹത്തിൻ്റെ ചിന്താഭൂമി എന്ന് പറയുന്നത് അങ്ങനെ ഒരു പുതിയ മേഖല അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അന്തർബാഹ്യ സംയോജനമേ अपनी വൈചാരിക് ഭൂമി തലാശി. അപ്പോൾ അദ്ദേഹം ഛായാവാദിൽ നിന്നും മാറി മാർക്സ്വാദ് ഗാന്ധിവാദ് തുടങ്ങിയ മേഖലയിലേക്ക് അതിൽ യോജിച്ച് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്താ ഭൂമി എന്ന് പറയുന്നതിലെ വൈചാരികമായിട്ടുള്ള വിചാരധാരകളിലെ ഭൂമി അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ജീവൻ കെ സന്ധ്യാകാലമേ വേ അരവിന്ദ ചേതനാക്കി ഓർ മുഡ്ഗയെ. ജീവൻ കെ സന്ധ്യാകാലമേ, ജീവിതത്തിൻ്റെ വൈകിയ വേളയിലെ അവസാന കാലഘട്ടത്തിൽ, സന്ധ്യാകാൽ പ്രായമായ അവസാന കാലഘട്ടത്തിൽ അവസാന സമയത്ത് വേ അരവിന്ദ ചേതനാക്കി ഓർ മുഡ്ഗയെ, അദ്ദേഹം ഈശ്വരഭക്തിയുടെ മാർഗത്തിലേക്ക് അദ്ദേഹം തിരിയാണ്. इस प्रकार सुंदर से प्रारंभ इनकी यात्रा शिव का संस्पर्श करती हुई സത്യ കെ ഘാട്ട് ചാലകി. അങ്ങനെ ഈ തരത്തിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് അദ്ദേഹം കാവ്യജീവിതം ആരംഭിച്ചു. അങ്ങനെ ഈ സുന്ദരമായിട്ടുള്ള ഈ യാത്ര, സുന്ദരമായിട്ടുള്ള ആരംഭത്തോടുകൂടിയുള്ള ഈ യാത്ര എന്ന് പറയുന്നത് ശിവ് കാ സംസ്പർശ കർത്തി, അതായത് ദൈവിക മാർഗത്തിലേക്ക് ചേർന്നുകൊണ്ട് സത്യക്ക് ഘാട്ട് ചാലകി, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ പോകാനായിട്ട് തുടങ്ങി, സത്യത്തിൻ്റെ കടവിലേക്ക് അതെത്താനായിട്ട് തുടങ്ങി. ലോകായതൻ നാമക് മഹാകാവ്യ पर इन्हें साहित्य अकादमी तथा चिदम्बरा पर इन्हें भारतीय ज्ञानपीठ का पुरस्कार प्राप्त मिला था. ഈ ലോകായതൻ എന്ന് പറയുന്ന മഹാകാവ്യത്തിന് സാഹിത്യ അക്കാദമിയുടെ അവാർഡും ചിദംബര എന്നു പേരുള്ള കവിതയ്ക്ക് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരവും അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ പ്രകൃതിയുടെ ആ സൗന്ദര്യവർണ്ണനയോടുകൂടിയാണ് അദ്ദേഹം കാവ്യജീവിതം ആരംഭിച്ചത്. ലാസ്റ്റ് ദൈവിക മാർഗത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു മഹാകാവ്യം ലോകായതൻ എന്ന് പറയുന്ന മഹാകാവ്യത്തിന് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും അതുപോലെ തന്നെ ചിദംബര എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരവും കിട്ടി. കുച്ച് സമയ തക് ഇനോനെ രൂപ പത്രിക കാ സമ്പാദന കിയാ താ. കുറച്ച് കാലത്തോളം അദ്ദേഹം രൂപ എന്നു പേരുള്ള ഒരു മാഗസിൻ്റെ എഡിറ്ററായിട്ട് അവിടെ വർക്ക് ചെയ്തു. പത്രപ്രവർത്തനത്തിൽ അതുപോലെ മാഗസിൻ്റെ എഡിറ്റിംഗ് വർക്കിൽ അല്ലെങ്കിൽ എഡിറ്ററായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. पंत जी ने कल्पना नामक फिल्म के लिए गीत भी लिखे थे. പന്ത് ജി കൽപ്പന എന്നു പേരുള്ള ഒരു ഫിലിമാണ്. കൽപ്പന, ഫിലിമിൻ്റെ പേര് കൽപ്പന എന്നാണ്. ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗീത് ബി ലിഖിയത്തെ, അതിനെ പാട്ടും എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കവിത മാത്രമല്ല, സിനിമയ്ക്ക് വേണ്ടി പാട്ടും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പന്ത് പ്രകൃതി को मानव सहचरी के रूप में देखते हैं और उसमें अनंत प्रेरणाएं पाते हैं. സുമിത്രാനന്ദൻ പന്ത് പ്രകൃതിയെ മനുഷ്യൻ്റെ സന്തത സഹചാരിയായിട്ടാണ്, ആ രൂപത്തിലാണ് പ്രകൃതിയെ കണ്ടത്. എപ്പോഴും സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒപ്പം കൂടെ നടക്കുന്ന ഒന്നായിട്ടാണ് പ്രകൃതിയെ അദ്ദേഹം കണ്ടിരുന്നത്. ഉസ്മേ അനന്ത പ്രേരണയും പാത്തെ. അതുമാത്രമല്ല, പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പ്രേരണകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. पंत जी की प्रारंभिक रचनाओं में प्रकृति का सहज सौंदर्य स्फुरन मिलता है.
പന്ത്ജിയുടെ തുടക്കത്തിലെ രചനകളിൽ പ്രകൃതിക്ക സഹജ സൗന്ദര്യസ്ഫുരൻ, പ്രകൃതിയുടെ വളരെ സാധാരണയായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ ഒരു തിളക്കം അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാരംഭിക രചനകളിൽ, തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ കവിതകളായാലും ഏത് രചനകളായാലും അതിൽ പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം, അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ തിളക്കം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. उनकी स्वदेश प्रेम संबंधी चेतना का स्वरूप सांस्कृतिक है और अपने देश प्रेम के भावों को उन्होंने सांस्कृतिक जागरण की आशंका से मंडित किया. എന്താ പറയുന്നത്? ഉനിക്ക് സ്വദേശ് പ്രേം സംബന്ധി ചേതനക്ക സ്വരൂപ്, അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ജീവൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ആ രൂപം എന്ന് പറയുന്നത് സാംസ്കാരികമാണ്. और अपने देश प्रेम के भावों को उन्होंने सांस्कृतिक जागरण की आशंका से मंडित किया. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഉണർവിൻ്റെ ആശങ്ക കൊണ്ട് വലയം ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു സാംസ്കാരികമായിട്ടുള്ള ഉണർവിൻ്റെ ഒരു ആശങ്ക അദ്ദേഹത്തിൻ്റെ ചുറ്റും നിഴലിച്ചിരുന്നു. ഉസ്മേ കേവൽ ക്ഷണിക് ആവേശ നഹി ബൽക്കി സ്ഥായി മനോഭാവ് ഹെ. ഇനി അദ്ദേഹത്തിൽ കേവലമായിട്ടുള്ള അല്ലെങ്കിൽ ക്ഷണികമായിട്ടുള്ളൊരു ആവേശം മാത്രമായിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു മനോഭാവം തന്നെയാണ്. ക്ഷണിക് ആവേശ നഹി ബൽക്കി, നേരെ മറിച്ച് സ്ഥായി മനോഭാവ് ഹെ, അത് സ്ഥിരമായിട്ടുള്ള ഒരു മനോഭാവം തന്നെയായിരുന്നത്. ഗ്രാമ്യ और युगवाणी में पंत की कई देशम प्रेमपूर्ण कविताएं मिलती है और भारत माता ग्रामवासिनी गीत की भाव व्यंजना अपने टंग की अनूठी है. അതുപോലെ ഗ്രാമ്യ, യുഗവാണി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ രചനകൾ, അതിൽ പന്തിൻ്റെ തന്നെ ദേശസ്നേഹത്തെ സംബന്ധിച്ചുള്ള കവിതകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ദേശസ്നേഹത്തെ, ദേശപ്രേമത്തെ സംബന്ധിച്ചുള്ള കവിതകളാണ് അതിൽ കിട്ടുന്നത്. അവർ ഭാരത് മാതാ ഗ്രാമവാസിനി, അതുപോലെ ഭാരത് മാതാ ഗ്രാമവാസിനി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്, അതിൻ്റെ ഭാവങ്ങൾ വ്യക്തമാക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു ഭാരത് മാതാ ഗ്രാമവാസിനി എന്ന് പറയുന്നത്. अपने गंडकाव्य ग्रंथि में उन्होंने उन्मुक्त प्रेम की विफलता का चित्रण किया है. അദ്ദേഹത്തിൻ്റെ ഒരു ഖണ്ഡകാവ്യമാണ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതിൽ സ്വതന്ത്ര സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ ആ പരാജയത്തെക്കുറിച്ചും ചിത്രീകരിച്ചിട്ടുണ്ട്. അത് സാഫല്യം നേടാനനുസരിച്ച് അതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യമായ ഗ്രന്ഥിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് സുമിത്രാനന്ദൻ പന്തിൻ്റെ പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, സുകുമാർ ഭാവം കെ കവി മാനാ ജാത്ത ഹെ. പ്രത്യേകിച്ച് പറയുന്നത് ഛായാവാദ് കെ സുകുമാർ ഭാവം കെ കവി. ഛായാവാദിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഛായാവാദത്തിലെ സുകുമാർ ഭാവം കെ കവി, സുകുമാര ഭാവങ്ങളുടെ കവിയായിട്ടാണ് സുമിത്രാനന്ദൻ പന്തിനിവിടെ പറയുന്നത്. അദ്ദേഹം 1900 മെയ് 20 അദ്ദേഹം ജനിച്ചു. ഒരു പർവ്വത ഗ്രാമമാണ് അൽമോഡയിലെ കൗസാനി എന്നു പേരുള്ള ഒരു പർവ്വത ഗ്രാമത്തിലാണ് ജനിച്ചത്. ജന്മക്ക് 6 മഹീനയ്ക്ക് ബാദ് ഉൻകി മാതാക്കി മൃത്യു ഹോ ഗയി. ഇപ്പോൾ ജനിച്ച് നമ്മൾ പറയുന്നുണ്ട് 6 മാസത്തിന് ശേഷം അമ്മ മരിച്ചു. उनका बचपन का नाम गोसाई दत्त पंत था. बचपन का नाम क्या था? गोसाई दत्त पंत था. माम की मरने के बाद शिशु अवस्था से ही प्रकृति की गोद में पलने के कारण इनकी कविताओं में प्रकृति के बहुरंगी चित्र देखने को मिलती है. അതിൽ ഒരുപാട് വളരെ സുന്ദരമായിട്ടുള്ള പ്രകൃതിയെ സംബന്ധിച്ച് ഒരുപാട് നല്ല ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രകൃതി പന്തുക്കോ പ്രിയ മാം സഹചരി और സഖി സബി രൂപമേ ആകർഷിത് കർത്തി രഹി. ഇപ്പം എല്ലാ തരത്തിലും
പ്രകൃതി അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു. ഏത് രൂപത്തിലായാലും, അമ്മയായാലും സഹോദരിയായാലും കൂട്ടുകാരിയായാലും കാമുകിയായാലും ഏത് രൂപത്തിലായാലും അദ്ദേഹത്തെ പ്രകൃതി വളരെയധികം സ്വാധീനിച്ചിരുന്നു. അതിൽ പറയുന്നുണ്ട്, സ്ത്രീ സൗന്ദര്യത്തെക്കാളും ഒരു കവിതയിൽ പറയുന്നുണ്ട്, സ്ത്രീ സൗന്ദര്യത്തെക്കാളും വളരെ മനോഹരമാണ് പ്രകൃതി സൗന്ദര്യം എന്നാണ് പറയുന്നത്. പ്രകൃതി സൗന്ദര്യത്തിന് മുന്നിൽ സ്ത്രീ സൗന്ദര്യം ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട് പന്തിൻ്റെ കവിതയിൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നുണ്ട്, काव्यजीवन के आरंभ छायावाद से जुड़े, इसके बाद मार्क्सवाद और गांधीवाद के संयोजन में लेके जीवन के संध्या काल में बुढ़ापे के समय अरविंद ईश्वर भक्ति की ओर मुड़ गए और उनकी बहुत सुंदर से प्रारंभ इनकी यात्रा शिव का संस्पर्श करती हुई सत्य के घाट की ओर जाने लगी. उनका महाकाव्य का नाम है लोकायतन. इस महाकाव्य पर साहित्य अकादमी का पुरस्कार प्राप्त हुआ था और चिदम्बरा उनका ज्ञानपीठ पुरस्कार प्राप्त रचना है. कुछ समय रूबाब नामक पत्रिका में काम किया. पंत जी ने कल्पना नामक फिल्म के लिए गीत भी लिखे थे. पंत प्रकृति को अपनी सहचरी के रूप में देखते हैं और प्रकृति से अनंत प्रेरणाएँ उन्हें पाते हैं. उनकी प्रारंभिक रचनाओं में प्रकृति का स्फुरण देखने को मिलता है. उनके स्वदेश प्रेम संबंधी भावनाओं उसका भावना का स्वरूप सांस्कृतिक है. ग्राम्य युगवाणी आदि उनकी देशप्रेम पूर्ण कविताएं हैं. भारत माता ग्रामवासिनी गीत भी उनका है. ग्रंथि नामक गंडकाव्य उसमें उन्मुक्त प्रेम के बारे में चित्रण किया है. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കവിത എന്ന് പറയുന്നത് നൗകാവിഹാറാണ്. നൗകാവിഹാർ എന്ന് പറയുമ്പോൾ അറിയാം, നമ്മൾ വഞ്ചി യാത്ര, വെള്ളത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സുമിത്രാനന്ദൻ പന്ത് ഇവിടെ ഒരു ക്ഷണം സ്വീകരിച്ച് ഒരു രാജകൊട്ടാരത്തിൽ എത്തുകയാണ്. നമ്മൾ ഗംഗയെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ചിത്രമാണ്. അതായത് ഗംഗയെ ഇവിടെ ഒരു യുവതിയായിട്ട്, സുന്ദരിയായിട്ടൊരു യുവതിയായിട്ടൊക്കെയാണ് ഇവിടെ നമ്മുടെ കവി വർണ്ണിക്കുന്നത്. അതായത് ഈ രാത്രി സമയത്ത്, നല്ല വേനൽക്കാലമാണ്, രാത്രി സമയത്ത് ഗംഗാനദിയിലൂടെയുള്ള ആ സുന്ദരമായൊരു യാത്രയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇവിടെ നമ്മൾ കവിയോട് പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, കാലാ കാങ്കർ കെ രാജ്മഹൽ മേ അതിഥി കെ രൂപ മേ പന്ത് രഹേ തെ. കുറച്ച് കാലം കാലാ കാങ്കറിൻ്റെ രാജകൊട്ടാരത്തിൽ അതിഥിയായിട്ട് അദ്ദേഹം താമസിച്ചിരുന്നു. ആ സമയത്ത് സമ്മർ സീസണാണ്. ആ സമയത്ത് രാത്രിയിൽ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന, ഗംഗാനദിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങൾ, അതാണ് ഇതിൽ നമ്മുടെ കവി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രകൃതിയെ മനുഷ്യമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്, ഗംഗയെ സുന്ദരിയായിട്ടുള്ളൊരു യുവതിയായിട്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വൈയക്തിക് സൗന്ദര്യം പറയുന്നുണ്ട്, കാൽപ്പനികത പറയുന്നുണ്ട്, സങ്കല്പങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ നൗകാവിഹാർ എന്ന് പറയുന്ന കവിതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നൗകാവിഹാർ എന്ന് പറയുന്ന ഇസ് കവിത മേ രാത്രികാലി गंगा का बहुत सुंदर चित्र प्रस्तुत है. ये यहाँ पंत जी राजा काला कांगर के राजमहल में अतिथि के रूप में कुछ दिन रहे थे. उस समय ग्रीष्मकालीन रात में नौका पर विहार करते समय उसके मन में कई तरह की अनुभूतियाँ पैदा हुई. इस अनुभूतियों का चित्रण हमें इस कविता में मिलते हैं.
यहाँ प्रकृति का मानवीकरण, काल्पनिकता, संगीतात्मकता, सौंदर्य भावना आदि छायावाद की सभी गुणों से प्राप्त कविता हमें देखने को मिलती है. അപ്പോൾ നമുക്കിതിൽ ഈ നൗകാവിഹാർ എന്ന് പറയുന്ന കവിതയിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഗംഗാ നദിയെ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുള്ള അതിൽ ഓരോ മണൽത്തരി എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, ആകാശത്തിൽ നിലാവിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിവിടെ വർണ്ണിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. സുമിത്രാനന്ദൻ പന്ത്, നൗകാവിഹാർ, പേജ് നമ്പർ 30. शांत स्निग्ध ज्योत्सना उज्ज्वल, अपलक आनंद नीरव भूतल, सैकत शैया पर दुग्ध धवल तन्वंगी गंगा, ग्रीष्म विरल लेटी है श्रांत क्लांत निश्चल, ताबस बाला गंगा निर्मल शशि मुख से दीपित मृदु करदल, लहरे उर पर कोमल कुंदल, गोरे अंगों पर सिहर सिहर लहराता तार तरल सुंदर, चंचल अंचल सा नीलांबर, साड़ी की सिकुड़न सी जिस पर शशि की रेशमी विवाह से बर, सिमटी है वर्तुल मृदुल लहर. ഇപ്പോൾ സുമിത്രാനന്ദൻ പന്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള നൗകാവിഹാർ എന്ന് പറയുന്ന ഒരു കവിതയാണിത്. ग्रीष्म ऋतु के एक दिन, ग्रीष्मकाल के एक दिन, रात्रि समय गंगा में नौका विहार करने वाली कवि की कल्पनाएँ यहाँ चित्रित है. അപ്പോൾ ഗ്രീഷ്മകാലത്ത് ഇവിടെ രാത്രി സമയത്ത് ഗംഗയിൽ കൂടി യാത്ര ചെയ്യുന്ന നമ്മുടെ കവിയുടെ ഭാവനകളാണ് ഇതിൽ വർണ്ണിച്ചിട്ടുള്ളത്. യഹാ ഗംഗാ കാ മാനവീകരണം കർത്താ ഹെ, ഗംഗയൊരു മനുഷ്യനായിട്ടാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത്, ഒരു സുന്ദരിയായ യുവതിയായിട്ടാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത്. ശാന്ത് സ്നിഗ്ധ്, ശാന്ത് ഔർ സൗമ്യ, ജ്യോത്സന ഉജ്വൽ, ജ്യോത്സന എന്ന് പറഞ്ഞാൽ ചാന്ദിനി, ചാന്ദിനി സേ ബരാ ഹുവ രാത്ത്, നിലാവ് നിറഞ്ഞിട്ടുള്ള രാത്രിയാണ്. അപ്പലക് അനന്ത്, അപ്പലക് എന്ന് പറഞ്ഞാൽ ഇമ വെട്ടാതെ, എക്ടക് നിർനിമേഷം അല്ലെങ്കിൽ ഇമ വെട്ടാതെ. അനന്ത് ഇവിടെ ആസ്മാനാണ്, ആകാശമാണ് അനന്ത്. നീരവ് ഭൂത്തൽ, നീരവ് എന്ന് പറഞ്ഞാൽ ശബ്ദഹീൻ, ആരവമില്ലാതെ, ശബ്ദമില്ലാതെ. സൈക്കത്ത് ശയ്യാപ്പർ, സൈക്കത്ത് എന്ന് പറഞ്ഞാൽ രേത്താണ്, മണലാണ്. സൈക്കത്ത് ശയ്യാപ്പർ, രേത്ത് രൂപി ശയ്യാപ്പർ. ദുഗ്ധ് ധവൾ, നല്ല വെളുത്ത് പാല് പോലെ വെളുത്ത് സുന്ദരിയായിട്ടുള്ള. തൻവങ്കി ഗംഗ, തൻവങ്കി എന്ന് പറഞ്ഞാൽ സുന്ദർ ശരീർ വാലെ, തനു തൻവങ്കി എന്ന് പറഞ്ഞാൽ സുന്ദർ ശരീർ വാലെ. ഗ്രീഷ്മ വിരൽ, വിരൽ എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള. ലേട്ടി ഹേ ശ്രാന്ത്, ശ്രാന്ത് എന്ന് പറഞ്ഞാൽ തക്കാ ഹുവ, ക്ഷീണിച്ച് ടയേർഡായിട്ട്. ക്ലാന്ത് എന്ന് പറഞ്ഞാൽ ദുഃഖി, വളരെ ദുഃഖിതയായിട്ട്. നിശ്ചൽ, എന്താണ് അതിൽ പറയുന്നത്? ग्रीष्मकाल के एक दिन, रात्रि समय गंगा में नौका विहार करने वाले कवि की कल्पनाओं का सुंदर चित्र हमें इसमें मिल जाता है. यहाँ शांत और सौम्य रात है, उज्जवल चांदनी से भरा हुआ रात. उस समय आसमान अपलक या एकटक देख रही है. ये शब्दहीन रात है, ആരവഹീൻ രാത് ഹെ. ഇവിടെ പറയുന്നതാണ്, അതായത് സർവത്ര ശാന്തി ഫൈലി ഹുയി ഹെ, സൗമ്യ ഹെ, ഉജ്ജ്വൽ चांदनी से भरा हुआ है, आरवहीन रात है, शब्दहीन रात है. कोई हलचल नहीं है, कहीं भी कोई किसी प्रकार की हलचल भी नहीं है. ഒരു തരത്തിലുള്ള ബഹളമില്ല, എല്ലായിടത്തും വളരെ ശാന്തവും സൗമ്യമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ പറയുന്നത്.
ഇവിടെ ബഹുത്ത് സുന്ദർ ബഹുത്ത് ഉജ്വൽ ചാന്ദിനി ഫൈലി ഹുയി ഹെ, വളരെ നല്ല നിലാവ് പരന്നിട്ടുണ്ടെന്ന് പറയുന്നത്. उस समय ऐसे हमें प्रतीत है आसमान अपनी आंखों में सुंदर गंगा को एकटक या अपलक देख रही है. ഈ സുന്ദരിയായ ഗംഗയെ ഇവിടെ പറയുന്നുണ്ട്. എവിടെയാണ്? സൈക്കത്ത് ശയ്യാപ്പർ ലേട്ടി ഹേ, രേത് രൂപി ശയ്യാപ്പർ ലേട്ടി ഹുയി സുന്ദർ ശരീർ വാലെ ഗംഗാ നദി കോ ദേഖ് രഹി ഹേ നിഹാർത്തി ഹേ. വളരെ സുന്ദരമായിട്ടുള്ള, വളരെ സുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സുന്ദരമായ ശരീരത്തോടു കൂടിയ നമ്മുടെ ഗംഗാ നദി രേത് രൂപി ശയ്യാപ്പർ, മണലാകുന്ന ശയ്യയിൽ കിടക്കുന്നതായിട്ട്, ആ കിടക്കുന്ന ഗംഗാ നദിയെ നമ്മുടെ ആകാശം കണ്ണുകൾ കൊണ്ട് എന്താണ് പറയുന്നത്? ദേഖ് രഹി ഹേ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏക് ടക് യാ അപ്പലക്, നിർനിമേഷം, കണ്ണിൻ്റെ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്നത് ലേട്ടി ഹേ ശ്രാന്ത് ക്ലാന്ത് നിച്ചൽ, വ ദക്കി ഹുയി ഹേ ദുഃഖി ഹേ, വേ നിച്ചൽ ഹോക്കർ ഗ്രീഷ്മകാൽ കെ രേത് രൂപി ശയ്യാ പർ ലേട്ടി ഹേ. ഗ്രീഷ്മകാലമാണ്, നല്ല ചൂടുകാലമാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഗംഗാനദിക്ക് പറ്റി വരണ്ട് നമ്മൾ കൂടുതൽ മണൽ പ്രദേശമാണ് കൂടുതലായി കാണുന്നത്. ആ മണൽ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഗംഗാനദി കിടക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം മണൽപ്പരപ്പാണ് കൂടുതലായിട്ട് കാണുന്നത്. താപസ് ബാല ഗംഗ നിർമ്മൽ ശശി മുഖസേ ദീപിത് മൃദു കരൾ ലഹരെ ഉർപ്പർ കോമൽ കുന്തൽ. താപസ് ബാല ഗംഗ, അതായത് തപസ്വിനിയായിട്ടുള്ളൊരു യുവതിയെ പോലെയുള്ള നമ്മുടെ ഗംഗാനദി. ബാല എന്ന് പറഞ്ഞാൽ ഇവിടെ താപസ് ബാല എന്ന് പറഞ്ഞാൽ തപസ്വിനി യുവതിക്ക് സമാൻ ഗംഗ. നിർമ്മൽ ശശി മുഖസേ ദീപിത്, ദീപിത് എന്ന് പറഞ്ഞാൽ പ്രകാശിത്, ശശിമുഖ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ നിലാവ്. മൃദു കരത്തൽ, കരത്തൽ എന്ന് പറഞ്ഞാൽ ഹത്തേലിയം, ഉള്ളംകൈയിലെ. ലഹരെ ഉർപ്പർ കോമൽ കുന്തൽ, കോമൽ കുന്തൽ എന്ന് പറഞ്ഞാൽ ആ കോമളമായിട്ടുള്ള മുടി. ലഹരി എന്ന് പറഞ്ഞാൽ അലകൾ. ഉറെന്ന് പറഞ്ഞാൽ ചെസ്റ്റ്, ഛാത്തി. ഇവിടെ പറയുന്നത് ഗ്രീഷ്മഹാൽ കാൽ ഹോനെ കെ കാരൻ പത്തലി ഗംഗ रेत रूबी सफ़ेद शैया पर थकावट दूर करने के लिए तकी हुई लेटी है. उस समय गंगा नदी को देखते समय कोमल या सुंदर युवती प्रतीत है. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളം കുറവാണ്, ഗംഗാനദിയിൽ വെള്ളം കുറവാണ്, കൂടുതൽ മണൽപ്പരപ്പാണ്. അപ്പോൾ ആ മണൽപ്പരപ്പിൽ കിടക്കുന്ന സുന്ദരിയായിട്ടുള്ളൊരു യുവതിയായിട്ടാണ് കവി ഇവിടെ ഗംഗയെ വർണ്ണിക്കുന്നത്. എങ്ങനെയാണ് കിടക്കുന്നത്? गंगा नदी सफ़ेद रूबी रेत के बीच अपने हथेलियों पर, हथेली उल्लंघल, अपने हथेलियों पर अपने मुख वाली तपस्विनी युवती प्रतीत है. അപ്പോൾ വളരെ മൃദുവായിട്ടുള്ള ആ കൈകളിൽ ഒളിപ്പിച്ച് നിൽക്കുന്ന ചന്ദ്രൻ്റെ നിലാവിനാൽ പ്രകാശിച്ച് നിൽക്കുന്ന ആ രാത്രിയിൽ ഉള്ളംകൈ കൊണ്ട് ഇവിടെ പറയണ എന്താണ് പറയുന്നത്, ഉള്ളംകൈയിൽ ഒളിച്ചിരിക്കുന്ന ഒരു യുവതിയായിട്ടാണ് തോന്നണം. ഏക്ക് തപസ്വിനി യുവതി, തപസ് ബാല, ഒരു തപസ്വിനിയായിട്ടുള്ള ഒരു യുവതിയായിട്ട് തോന്നണം. ഇനി പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്, ഗംഗാജൽ കി ലഹരൻ, ഗംഗാജലത്തിൻ്റെ അലകൾ. അതെങ്ങനെയാണെന്ന് പറയുന്നത്, तापसी युवती के उर पर बिखरी हुई फैली हुई കേശരാശി के സമാൻ പ്രതീത് ഹെ. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഈ തപസ്വിനിയായ യുവതിയുടെ മുടിയിഴകൾ എന്തിനെ പോലെയെന്ന് പറയുന്നത്, മുടിയിഴകൾ, അതായത് ഇവിടെ പറയുന്നത് ഗംഗയുടെ ആ അലകളിൽ പരന്നു കിടക്കുന്ന
അല്ലെങ്കിൽ പരന്നു കിടക്കുന്ന മനോഹരമായിട്ടുള്ള മുടിയുടെ കൂട്ടമായിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ തപസ്വിനിയായ യുവതിയുടെ കേശരാശിയായിട്ടാണ് തോന്നുന്നത്, മുടിയായിട്ടാണ് അവിടെ തോന്നുന്നത്. അപ്പോൾ ഇതിലെ അലകൾ, ഗംഗാജലത്തിൻ്റെ അലകൾ എന്ന് പറയുന്നത് ഈ തപസ്വിനിയായിട്ടുള്ള അല്ലെങ്കിൽ താപസിയായിട്ടുള്ള നമ്മുടെ യുവതിയെ പോലെ ഇരിക്കുന്ന നമ്മുടെ ഗംഗയുടെ നെഞ്ചിൽ പരന്നു കിടക്കുന്ന മുടിയായിട്ടാണ് തോന്നുന്നത്. ചഞ്ചൽ, അഞ്ചൽ ഇവിടെ പറയുന്നുണ്ട്. ഗോരെ അങ്ങോ പർ സിഹർ സിഹർ ലഹരാത്ത താർ തരൽ സുന്ദർ ചഞ്ചൽ അഞ്ചൽ സാ നീലാംബർ. ആസമാൻ കാ രംഗ് നീലാഹേ. ചഞ്ചൽ എന്ന് പറഞ്ഞാൽ ഇളകുന്ന, നീലാംബർ, നീലാംബർ എന്ന നീലാകാശം, നീലാംബർ, ചഞ്ചൽ അഞ്ചൽ സാ നീലാംബർ. ഇവിടെ आसमान का रंग नीला है, आकाश का रंग नीला है. उनकी ഛായ ഇവിടെ പറയുന്നുണ്ട്. ഗോരെ അങ്ങോപ്പർ സിഹർ സിഹർ, അതായത് വെളുത്ത ആ ശരീരഭാഗത്ത് വിറച്ചുകൊണ്ടിരിക്കുന്ന, ലഹരാത്ത താർ തരൽ സുന്ദർ, അതായത് ഇളകുന്ന ചെറിയ നക്ഷത്ര സമൂഹം പോലെ, വളരെ സുന്ദരമായിട്ടുള്ള നക്ഷത്രങ്ങൾ അലയടിക്കുന്നത് പോലെ. ചഞ്ചൽ അഞ്ചൽ സാ നീലാംബർ. അപ്പം ആ നീലാകാശത്ത് നക്ഷത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നതായിട്ട് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഉസ്കെ താരാരൂപി മോത്തീസേ, ഇവിടെ പറയുന്നുണ്ട് എന്താണ്? നക്ഷത്രങ്ങളാകുന്ന മുത്തുകൾ. ആകാശം, നീലാകാശത്ത് നിറഞ്ഞിരിക്കുന്നത് എന്താണ്? തിരമാലകളെപ്പോലെ, ഇവിടെ വെള്ളത്തിലെ അലകൾ പോലെ ആകാശത്ത് വളരെ സുന്ദരമായിട്ടുള്ള നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാടി കി സിക്കുഡൻസി ജിസ് പർ ശശി കി രേഷ്മി വിഭാസ്യ ബർ സിമട്ടി ഹേ വർത്തുൾ മൃദുൾ ലഹർ. ഇവിടെ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? ഗംഗാജൽ മേ ഉസ്കി ഛായ ജോ പഡ്തി ഹേ ഉസ്കെ താരാരൂപി മോത്തി സേ മുക്ത് നീല വസ്ത്ര പ്രതീത് ഹോത്താ ഹേ. സിക്കുഡൻസി എന്ന് പറഞ്ഞാൽ ഞൊറിയിട്ടിട്ടുള്ളത്, അതായത് ചുരിദാർ അല്ലെങ്കിൽ സിക്കുഡൻസി എന്ന് പറഞ്ഞാൽ ഞൊറി പോലെയുള്ള, സാരിയുടെ ഞൊറി പോലെയുള്ള അത് പറയുന്നതാണ്. വസ്ത്ര പ്രതീത് ഹേ, അങ്ങനെയുള്ളൊരു വസ്ത്രമായിട്ട് തോന്നണം. ശശിക്ക് രശ്മി വിഭാസ്യ ബർ, അതായത് ചന്ദ്രൻ്റെ പട്ടിൻ്റെ തിളക്കത്തോടു കൂടിയ രശ്മി പട്ടിൻ്റെ തിളക്കം, ആ പ്രകാശത്തോട് പ്രകാശം നിറഞ്ഞു നിൽക്കുകയാണ്. രാത്രി സമയമാണ്, ചന്ദ്രൻ്റെ നിലാവാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. സിമട്ടി ഹേ വർത്തുൾ മൃദുൾ ലഹർ. വർത്തുൾ എന്ന് പറഞ്ഞാൽ ഗോളാകൃതി, സിംട്ടി ഹേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മടങ്ങൽ, ചുരുങ്ങുക എന്നുള്ള അർത്ഥം. ചാന്ദ്രിമേ പ്രകാശിത് ലഹരേ ഉസ് താപസി യുവതി കി സാടി കി സിക്കുഡൻ കി തര പ്രതീത് ഹോത്താ ഹേ. യേ ഗോളാകാർ ലഹരേ, ഗോളാകൃതിയിലുള്ള ആ വളരെ മൃദുവായിട്ടുള്ള അലകളെന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? നിലാവിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അലകളെന്ന് പറയുന്നത് ആ താപസ്വിനിയെ അല്ലെങ്കിൽ തപസ്വിനിയായ യുവതിയുടെ സാരിയുടെ ഞൊറികൾ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഗംഗാനദിയെ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സുന്ദരിയായ യുവതിയായിട്ടാണ് ഇവിടെ നമ്മുടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗംഗാനദി കാ മാനവീകരൺ യഹാ ഹുവാ ഹേ. ഗംഗാനദി ഇവിടെ ഒരു മനുഷ്യ സ്ത്രീയായിട്ട്, സുന്ദരിയായ യുവതിയായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സുന്ദരമായിട്ടുള്ളൊരു കവിതയാണ്. ഇതിൽ സുന്ദരിയായ യുവതിയായിട്ട് പറയുന്നുണ്ട്. മണലാകുന്ന ശയ്യയിൽ കിടന്നുറങ്ങുന്ന, ക്ഷീണിച്ച് തളർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ക്ഷീണം മാറ്റാൻ കിടക്കുന്ന ഗംഗാനദിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഗ്രീഷ്മകാലമാണ്, സമ്മർ കാലമാണ്, അതുകൊണ്ട് തന്നെ അവിടെ മണലാണ് കൂടുതലായിട്ടുള്ള, വെള്ളം കുറവാണ്. എങ്കിലും ഇവിടെ പറയുന്നുണ്ട് ചന്ദ്രൻ്റെ നിലാവ് കാരണം, നിലാവിൽ ഈ അലകൾ അടിക്കുന്നത് കാണുമ്പോൾ ആ തപസ്വിനിയായിട്ടുള്ള നമ്മുടെ യുവതിയുടെ, ഗംഗാനദിയുടെ അല്ലെങ്കിൽ ആ യുവതിയുടെ സാരിയുടെ ഞൊറി പോലെയാണ് ഈ അലകളെ കവി ഇവിടെ നോക്കിക്കാണുന്നത്. ഓക്കെ, താങ്ക് യു.